കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ അഭിനന്ദനം നിനക്കഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. വ്യാസനോ കാളിദാസനോ മധുഭാസനോ ഷെല്ലിയോ ഷേക്സ്പിയറോ അഭിനന്ദനം നിനക്കഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ചലച്ചിത്ര പിന്നണി ഗായികയാണ്. ഒരുപാട് സിനിമയിൽ പാടിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാം അല്ലെ നമ്മളുടെ എല്ലാം സ്വന്തം അഖില ആനന്ദ്. സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അഖില ആനന്ദ്. നമസ്കാരം അഖില. എന്തുകൊണ്ട് സുഖമായിരിക്കുന്നു? നമ്മളെപ്പോഴും എന്താണ് പല സ്ഥലങ്ങളിൽ വെച്ച് കാണാറുണ്ടെങ്കിലും ഒരുപാട് വർഷങ്ങളായ പോലെ തോന്നുന്നു കണ്ടിട്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോ പലരെയും കാണുന്നില്ലല്ലോ. അതെ അതെ, എല്ലാവരെയും ഇതുപോലെ നമ്മുടെ കൂടെ ഉള്ളവരെ പോലും കാണുമ്പോ കുറേ നാളായി കണ്ടിട്ടെന്നുള്ളൊരു ഫീലിംഗ് ആണ്. എന്തായാലും വളരെ സന്തോഷം. പറയാൻ നേടാം എന്ന ഈ ഷോയിൽ അമൃതയിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തുടങ്ങിയാലോ? പിന്നെ ഓക്കെ, തുടങ്ങാം. അഖില, എന്തൊക്കെയുണ്ട്? നല്ല വിശേഷം എന്ന് പറയാൻ പറ്റില്ല. നമ്മളെല്ലാവരും ഒരേപോലെ പ്രോഗ്രാംസ് ആണ് നമുക്കൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഒരു യാത്രകളും പിന്നെ സ്റ്റേജില് ലൈവായി എപ്പോഴും പാടുന്നത്. അതെ അതെ, അതൊക്കെ ഏകദേശം നിന്ന് കിട്ടി. അതെ അതെ. അപ്പോ നന്നായി പോകുന്നു അല്ലെങ്കിൽ സുഖം എന്നൊന്നും പറയുമ്പോ വെറുതെ പറയാം. ചോദിക്കുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ട്, അയ്യോ വലിയ കഷ്ടം, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സുഖമാണ് എന്ന് പറയാം. പക്ഷെ എങ്കിലും നമ്മുടെ കലാകാരന്മാർ ആസ്വദിച്ചുകൊണ്ടിരുന്ന ആ ഒരു സുഖം ഇപ്പം ഇല്ല. എസ്പെഷ്യലി നമ്മുടെ കലാകാരന്മാരെന്ന് പറഞ്ഞാൽ ഇപ്പം അഖിലയായാലും ഞാനായാലും അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികൾ പാടുന്നവർക്ക് ഒന്നുമില്ലാലും പണ്ട് പാടിയതിൻ്റെ എന്തെങ്കിലും ഒരു മിച്ചമെങ്കിലും ഉണ്ട്. ഞാൻ പറയുന്നത് കഞ്ഞി കുടിക്കാൻ. പക്ഷെ അതുപോലും പറ്റാത്ത ഒരു വിഭാഗം, അതായത് ഈ ഓർക്കസ്ട്രയുടെ ഇതിനകത്തുണ്ടായിരുന്ന ഒരു വിഭാഗം ആൾക്കാർ, ഞാൻ എല്ലാവരെയും പറയുന്നില്ല, ഒരു വിഭാഗം ആൾക്കാർ, അവർക്ക് വളരെ ബുദ്ധിമുട്ടിലാണ്. ഞാൻ അറിഞ്ഞു കീബോർഡ് വിറ്റിട്ട് മാസം ആഹാരം വാങ്ങിച്ച് കുടുംബം പുലർത്താൻ വേണ്ടി കീബോർഡ് വിറ്റു വന്നു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ചങ്ക് പറഞ്ഞു പോവുക. കാരണം അതിൻ്റെ ഒരു വേദന സത്യം പറഞ്ഞാൽ അതൊരു കലാകാരന്മാർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. എങ്കിലും അല്പനേരം നമുക്കതെല്ലാം മാറ്റി നിർത്തി സന്തോഷിക്കാൻ വേണ്ടി ഈ പറയാം നേടാം പണം നേടാം തീർച്ചയായിട്ടും നമ്മളെ മാത്രമല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെയും അവർക്കും ഒരു മനസ്സിനൊരു ഉന്മാദം കൊടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എന്തായാലും തുടങ്ങാം അല്ലേ? അപ്പോൾ ഇന്നത്തെ സിനിമ അല്ലെ ഇന്നത്തെ ചോദ്യങ്ങൾ മുഴുവൻ വെള്ളിമൂങ്ങ എന്ന സിനിമയെന്നാണ്. ബിജു മേനോൻ. 3 സെഗ്മെന്റാണ്. അതിൽ ആദ്യത്തേത് കേറി വാടാ മക്കളെ. കേറി വാടാ മക്കളയിൽ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. വെള്ളിമൂങ്ങ എന്ന സിനിമയിൽ മാമച്ചൻ്റെ പാർട്ടി ഏതാണ്? എ DCC, ബി DNC, സി NCP. പാട്ടാണ് ഒരു കൈ നോക്കായിരുന്നു. എന്നാലും ഇങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ സിനിമ കണ്ട സിനിമയാണ്, വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു സിനിമയായിരുന്നല്ലോ. ഒരു ഊഹിച്ചു പറയട്ടെ. DNC എന്നാണ് തോന്നുന്നത്. അപ്പൊ ഞാൻ എന്തായാലും DNC നമുക്ക് ആ മൂങ്ങയെ നമുക്ക് എടുത്തിട്ട് പൂട്ടാം. തെറ്റിപ്പോയാൽ ഇവിടുന്ന് ഇറക്കി വിടും. അത്രേ ഉള്ളൂ. വേറെ സിമ്പിൾ അല്ലേ? ഇവിടെ അടുത്തല്ലേ താമസിക്കുന്നത്. അപ്പം മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ഞാൻ കണ്ടു കുറച്ച് വീഡിയോസൊക്കെ കണ്ടു.
പാടുന്ന കവർ സോങ്സ് പാടുന്നുണ്ട്. അതെ, ഇപ്പോൾ ഞാൻ വിചാരിച്ചത് യൂട്യൂബ് ചാനൽ എനിക്ക് നേരത്തെ ഒരു 2-3 വർഷം മുമ്പേ ഞാൻ തുടങ്ങിയിരുന്നു. അന്ന് വർഷത്തിലൊരു പാട്ട്, പിന്നെ അങ്ങനെയൊക്കെ 1-2 പാട്ടുകൾ മാത്രം കവേഴ്സായിട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓർത്തപ്പോൾ പ്രോഗ്രാംസ് ഇല്ല, മെയിനായിട്ടും ലൈം ലൈറ്റിൽ നിൽക്കാന്നുള്ളത് ഒരു മെയിൻ കാരണമാണ്. നമ്മൾ പലപ്പോഴും ഇപ്പോൾ ചാനലിലല്ല അല്ലെങ്കിൽ സ്റ്റേജിൽ ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ സിനിമകളില്ല, അപ്പോൾ പാട്ടുകൾ ഇല്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓഡിയൻസ് നമ്മളെ ചിലപ്പോൾ ഓർക്കണം എന്നില്ലല്ലോ. അങ്ങനെ ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തുടങ്ങി, യൂട്യൂബ് ചാനൽ ആക്റ്റീവ്, ഗൂഗിൾ പേയ്മെന്റ് കിട്ടാൻ തുടങ്ങി. അങ്ങനെ പറയാറായിട്ടില്ല, അതൊരു ഉദ്ദേശം ഇല്ലാതില്ല. കുറച്ച് നന്നായിട്ട് പോയി കഴിഞ്ഞാൽ അതും നല്ലൊരു ഇൻകം തന്നെയാണ് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്കൊരു പാട്ട് കേട്ടാലോ? ഓ പിന്നെ തീർച്ചയായിട്ടും. എന്നാണ് ഈ പാട്ട് പഠിക്കാനൊക്കെ തുടങ്ങിയത്? ചെറുപ്പത്തിലെ കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ എസ് ഭാഗ്യലക്ഷ്മി. ഞാൻ ആദ്യം തുടങ്ങിയത് സരസ്വതി അമ്മാൾ ടീച്ചറുടെ അടുത്താണ്, ഭാഗ്യലക്ഷ്മി ടീച്ചറുടെ അമ്മ. പിന്നീട് ഭാഗ്യലക്ഷ്മി ടീച്ചറുടെ അടുത്ത് പഠിച്ചു. അങ്ങനെ തുടങ്ങി. അതെ, ശാസ്ത്രീയ സംഗീതം തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ സിനിമാ പാട്ടുകളോടും ലൈറ്റ് മ്യൂസിക് കൂടുതൽ താല്പര്യം തോന്നി തുടങ്ങി. അങ്ങനെ ഒരു ഗാനമേള ട്രൂപ്പിലൊക്കെ പാടി തുടങ്ങി. സിറ്റി വോയിസ് എന്നാണ് ഗാനമേള ട്രൂപ്പിന്റെ പേര്. യാദൃശികമായിട്ടായിരുന്നു അതും ആ ഒരു തുടക്കം. അങ്ങനെ കുറെ. ആദ്യത്തെ ഗാനമേള എവിടെ വെച്ചായിരുന്നു? അയ്യോ, അതെനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ല. ആദ്യം പാടിയ പാട്ട് ഏതായിരുന്നു? ഞാൻ അന്ന് മെയിനായിട്ട് ആ ട്രൂപ്പിൽ മെയിൻ സിംഗേഴ്സ് ഉണ്ട്, ഫീമെയിൽ 2 സിംഗേഴ്സ് ഉണ്ട്. അപ്പോൾ എന്നെ വിളിക്കുന്നത് ഒരു പാട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ എനിക്ക് പാടാൻ പറ്റുന്നത്. ഞാൻ ആദ്യം പാടിയത് എനിക്ക് തോന്നുന്നു രാജഹംസമേ പാടിയിരുന്നു. പിന്നെ കണ്ണോട് കാണുമ്പോഴെല്ലാം ആ സമയത്ത് ഭയങ്കര ഹിറ്റായിരുന്നു ആ പാട്ട്. അപ്പോൾ ആ ഒരു ജോണറിലെ സിംഗേഴ്സ് ആ ട്രൂപ്പിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പാട്ട് ഹിറ്റായത് കൊണ്ട് മിക്കവാറും എല്ലാ പ്രോഗ്രാംസിനും ആ പാട്ട് മാത്രം. ചിലപ്പോൾ സ്ഥലം എന്ന് ഓർമ്മയുണ്ട്? ട്രിവാൻഡ്രം ഒക്കെ തന്നെയാണ് മെയിനായിട്ട്. ഓക്കെ, അപ്പം BDNC ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 2000 രൂപ സമ്മാനമായി ലഭിച്ചു. താങ്ക് യു. ഓക്കെ.